പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഡോർ സെൻസർ ആണ്. വാർഡ്രോബ് സെൻസർ. കിച്ചണുകളിലും അല്ലാതെയുള്ള അലമാരകളിലും ഒക്കെ ഡോർ തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് തെളിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെൻസറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിചയപ്പെടുത്തുന്ന സെൻസർ, LED സ്ട്രിപ്പ്, അതിനുള്ള SMPS ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മറുപടി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഡോർ സെൻസർ രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. ഈ കയ്യിലിരിക്കുന്നത് ഒരു സിംഗിൾ ഡോറിന്റെ സെൻസർ ആണ്. ഒറ്റ ഡോർ വരുന്ന ഉപയോഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു സെൻസർ ഉപയോഗിക്കാനായിട്ട് കഴിയും. രണ്ട് ഡോർ വരുന്ന അലമാരകളും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ഡോറിന്റെ രണ്ട് സെൻസർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ LEDകൾ കൊടുക്കുന്നത്. ഇനി ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് സെൻസറിന്റെ ഹെഡ് ആണ്. ഇതാണ് വാതിലിന്റെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നിലായിട്ടായിരിക്കും വാതിൽ വന്ന് അടയുകയും തുറക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു രണ്ട് ഇൻഫ്രാറെഡ് LEDകൾ കാണാം. ഒന്ന് ഇൻഫ്രാറെഡ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും മറ്റേത് അത് റിസീവ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ മുന്നിൽ തടസ്സമൊന്നും ഇല്ലാത്തപ്പോൾ റിസീവറിന് സിഗ്നലുകൾ ഒന്നും കിട്ടൂല. മുന്നിൽ ഡോർ ഉള്ള സമയത്ത് ആ ഡോറിൽ റിഫ്ലക്ട് ചെയ്ത IR റേസ് ഈ ഒരു സെൻസറിലേക്ക് റിസീവറിലേക്ക് തിരിച്ചു കിട്ടുകയും ഇതിന്റെ മുന്നിൽ ഡോർ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഡോർ ഉള്ള സമയത്ത് LED ഓഫ് ആയിരിക്കും. ഡോർ ഓപ്പൺ ചെയ്യുമ്പം LED വർക്ക് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രവർത്തന തത്വം. ഈ ഒരു സെൻസർ എങ്ങനെ ഫിക്സ് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു 8 mm ഡയമീറ്റർ ആണ് ഇതിന്റെ പിൻവശം വരുന്നത്. ആ ഡോറിന്റെ ആ ഒരു കട്ടളയിൽ ഒരു 8 mm ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സെൻസർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തള്ളി വെക്കാനായിട്ട് പറ്റും. ഈ ഒരു സെൻസറിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ അകലത്തിൽ വരെ ഒരു തടസ്സം വന്നാൽ പോലും ഇതിന്റെ റിഫ്ലക്ഷൻ ലഭിക്കുകയും ഉള്ളിലുള്ള ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഡോർ ഇതിനകത്ത് വന്ന് തട്ടണം എന്ന് നിർബന്ധമില്ല. ഇതിന്റെ തൊട്ട് അടുത്ത് വന്നാൽ പോലും ആ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ഇത് DC-യിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻസർ ആണ്. അപ്പോൾ ഡയറക്റ്റ് 230 വോൾട്ട് AC ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 230 വോൾട്ട് ACയെ നമുക്ക് കൺവേർട്ട് ചെയ്ത് 12 വോൾട്ട് DC ആക്കാൻ വേണ്ടിയിട്ട് ഒരു കൺവേർട്ടർ SMPS ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു SMPS സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് എത്ര വാട്ട്സ് ആണ് എന്ന് അനുസരിച്ചാണ്. ഈ സെൻസറിന് ലോഡ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് 12 വോൾട്ട് DC ഇൻപുട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. 24 വോൾട്ട് DC ഇൻപുട്ട് കൊടുക്കാനും സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 12 വോൾട്ട് DCയുടെ ലോഡ് ആയതുകൊണ്ട് 12 വോൾട്ടിൻ്റെ ഒരു SMPS ആണ് ഇതിൻ്റെ കൂടെ അധികമായിട്ടും ഉപയോഗിക്കാറുള്ളത്. 12 വോൾട്ട് DC ഈ ഒരു ഉപകരണത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഉപകരണത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് 60 വാട്ട്സ് വരെയാണ്. 60 വാട്ട്സ് വരെയുള്ള ലോഡിനെ ഇതിന് ഓണും ഓഫും ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള വയറുകൾ അത്യാവശ്യം നല്ല നീളമുള്ളതാണ്. ഈ അറ്റത്തുള്ള കണക്ടർ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കട്ട് ചെയ്ത് കണക്ഷൻ കൊടുക്കാം. നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് ലേബൽ ചെയ്തിട്ടുണ്ട് ഏതാണ് ഇതിൻ്റെ ഇൻപുട്ട്, ഏതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന്. അത് വ്യക്തമായിട്ട് തന്നെ നോക്കുക. അപ്പോൾ ഇതിനകത്ത് വരയുള്ള ഒരു വയറും ഉണ്ട്, വരയില്ലാത്ത വയറും ഉണ്ട്. വരയുള്ള വയർ ഇതിൻ്റെ നെഗറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് വയർ SMPSന്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. വരയില്ലാത്ത വയർ SMPSന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലേബലിൽ എഴുതപ്പെട്ട നിർദ്ദേശം കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. അവിടെയും വരയുള്ള വയർ ഔട്ട്പുട്ട് നെഗറ്റീവ് ആണ്, വരയില്ലാത്തത് പോസിറ്റീവ് ആണ്. അപ്പോൾ വരയുള്ള ഈ ഒരു വയർ ഞാൻ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക്. അതുപോലെ തന്നെ പോസിറ്റീവ് വരയില്ലാത്ത വയറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരിക. അപ്പോൾ ഒരൊറ്റ LED ആയിരിക്കും വരുന്നത്. രണ്ട് സെൻസറും ഉണ്ടാവും. ഇതിനെയാണ് ഡബിൾ ഡോർ സെൻസർ, ഡോർ ലൈറ്റ് സെൻസർ എന്ന് പറയുന്നത്. അതേസമയം സിംഗിൾ ഡോറിൻ്റെ വരുമ്പോഴത്തേക്കും സെൻസർ യൂണിറ്റും ഒന്ന് തന്നെ ഉണ്ടാവുള്ളൂ, ലൈറ്റ് കണക്ട് ചെയ്യാവുന്നതും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ലൈറ്റ് തന്നെയായിരിക്കും എൻ്റെ അലമാരയ്ക്കുള്ളിലും അത് തെളിയുന്നത്. രണ്ട് സെൻസർ ഉണ്ടാവും. ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രണ്ട് ഡോറും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇത് ഓഫായിരിക്കും. രണ്ട് ഡോറും ഓപ്പൺ ആണെങ്കിലോ ഏതെങ്കിലും ഒരു ഡോർ ഓപ്പൺ ആണെങ്കിലോ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യും. ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു SMPS വർക്ക് ചെയ്യുന്നത് 230 വോൾട്ട് AC കിട്ടുമ്പോഴത്തേക്കും 12 വോൾട്ട് DC ഔട്ട്പുട്ടിലേക്ക് തന്നിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വയർ കറണ്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസുലേഷൻ ടേപ്പൊക്കെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആ ഒരു SMPSന്റെ വയർ കറണ്ടിൽ കൊടുക്കാൻ പോവുകയാണ്. SMPSലെ വയർ കറണ്ടിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു LED വർക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സെൻസർ രണ്ട് ഓപ്പൺ ആണ്.
ഓപ്പൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡോർ ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡോർ ഇല്ല, ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ LED വർക്കിംഗ് ആയിരിക്കും. ഇനി വളരെ സ്മൂത്തായിട്ടായിരിക്കും അത് ഓഫ് ചെയ്യുന്നത്. ഇനി ഉള്ള കൺസെപ്റ്റിൽ നമുക്ക് ഓരോ ഡോറായിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു ഡോർ ഓപ്പൺ ആവുകയാണ്. ഡോർ ഓപ്പൺ ആകുമ്പോൾ LED വർക്ക് ചെയ്യുന്നു. അടുത്ത ഡോറ് ഓപ്പൺ ആവുന്നു, അപ്പോഴും LED വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു ഡോറ് ക്ലോസ് ചെയ്യുന്നു, അത് LED വർക്കിംഗ് കണ്ടീഷൻ തന്നെയായിരിക്കും. രണ്ടാമത്തെ ഡോറും ക്ലോസ് ചെയ്യുന്ന അവസരത്തിൽ LED പതിയെ അണയും. അപ്പോൾ ഇതാണ് വാർഡ്രോബ് സെൻസർ. അപ്പോൾ ഇതുവരെയും സെൻസർ സംവിധാനങ്ങൾ നമ്മളുടെ കിച്ചൺ കബോർഡ് അങ്ങനെയുള്ളതിനകത്ത് വ്യാപകമായിട്ട് ഉപയോഗത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ കാർപ്പൻ്റർ ആണ്, അങ്ങനെയൊക്കെയുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻസർ വാങ്ങിയിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് ഉപയോഗിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലെവലിലുള്ള ഒരു ഓട്ടോമേഷൻ ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുണ്ടാവുകയും കസ്റ്റമറിന് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നത് കാണാനുമായിട്ടും കഴിയും. അപ്പോൾ ഈ ഒരു സംഗതികൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ വാങ്ങാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് തരുന്നതായിരിക്കും. ഇന്ത്യയിൽ എവിടെയും ഈ ഒരു സാധനം കൊറിയറായിട്ട് അയക്കാനുള്ള സംവിധാനമുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.